ആക്രമണത്തിന് വിമാനങ്ങൾ പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ യുഎസിനെ അറിയിച്ചിരുന്നു എന്നൊക്കെ വൈറ്റ് ഹൌസ് പറയുന്നുണ്ട്. ഉടനടി ഖത്തറിനെ അറിയിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇക്കാര്യം ഖത്തറിനെ അറിയിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളുമായി അഫ്തബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്തബ്, എന്തൊക്കെ വിവരങ്ങളാണ് കൂടുതലായി ഇപ്പോൾ വരുന്നത്? അമേരിക്കയ്ക്ക് വിവരം അറിയാമായിരുന്നു എന്നത് ബന്ധപ്പെട്ടു. ഒപ്പം തന്നെ ഹമാസിന്റെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ധന്യ, വൈറ്റ് ഹൗസിന്റെ പ്രസ്താവനയിലൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് നേരത്തെ നെതന്യാഹുവിന്റെ ഓഫീസ് ഇന്ന് വൈകിട്ട് പറഞ്ഞത് യുഎസിന് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതെങ്കിൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ യുഎസിന്റെ വൈറ്റ് ഹൗസ് വക്താവ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഇക്കാര്യം നേരത്തെ തന്നെ ട്രംപിനെ അറിയിച്ചിരുന്നു എന്ന് മാത്രമല്ല, വിമാനങ്ങൾ പുറപ്പെട്ട മുറക്ക് ആക്രമണത്തിനായി ഇവ പുറപ്പെട്ട സമയത്ത് തന്നെ യുഎസിനെ പ്രത്യേകമായി വിളിച്ചറിയിച്ചു. എന്നാൽ ആ നിമിഷം ട്രംപ് ആവശ്യപ്പെട്ടത് ഖത്തറിനെ ഇക്കാര്യം ഉടനടി അറിയിക്കാനാണ്. അതിന് പിന്നാലെ തന്നെ ഖത്തറിനെയും ഈ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്, വരാനിരിക്കുന്ന ആക്രമണം ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞത്. പക്ഷേ ഈ ആക്രമണം നടക്കുന്ന സമയത്താണ് ഈ വിവരം അറിഞ്ഞത്, അതിന് മുന്നേ അറിഞ്ഞെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അതിൽ വൈറ്റ് ഹൗസ് വക്താവ് പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും ട്രംപിന് ഈ വിവരം അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഖ്യകക്ഷിയുടെ ഭൂമിയിലാണ് ആക്രമണം നടത്താൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഹമാസിനെതിരായത് കൊണ്ട് മാത്രമാണ് അതിന് ട്രംപ് അനുവദിച്ചെന്നുള്ള ധ്വനിയിലാണ് ഈ വൈറ്റ് ഹൗസ് വക്താവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ചിത്രം വ്യക്തമാണ്. ഇസ്രായേലും യുഎസും അറിഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ശ്രദ്ധേയമായ കാര്യം, ഹമാസിന്റെ പ്രതികരണത്തിൽ നിന്നും അല്പം മുമ്പ് വരുന്ന പ്രതികരണത്തിൽ അവർ ആവർത്തിച്ച് പറയുന്നത് തങ്ങളുടെ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഹമാസിന്റെ ഒരു നേതാവും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഹമാസ് ആവർത്തിക്കുന്നുണ്ട്. അതേസമയം 6 പേരുടെ മരണം, പ്രത്യേകിച്ച് അതിൽ സുരക്ഷാ സൈനികർ ഉൾപ്പെടെ മറ്റു ഹമാസിന്റെ അംഗരക്ഷകർ ഉൾപ്പെടെയുള്ള 5 പേരുടെയും ഒപ്പം തന്നെ ഖത്തറിന്റെ ഒരു സൈനികരും ഉൾപ്പെടെ 6 പേരുടെ മരണം അവർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്ന് വെച്ചാൽ ഈ വിവരം അറിഞ്ഞ ഉടനെ ഈ വിവരം ഹമാസിന്റെ നേതാക്കൾ കൂടി അറിഞ്ഞു എന്നുള്ളതിലൊന്നും ഒരു കൃത്യതയില്ല. ഏതായിരുന്നാലും അവർ ഇതുവരെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടില്ല എന്ന് ഹമാസ് തറപ്പിച്ച് പറയുന്നുണ്ട്. യുഎസും ഇസ്രായേലും ഒരുമിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ ഇനി ഖത്തറിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ സുരക്ഷാ കൗൺസിലിനെ ഖത്തർ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അതിർത്തിയിൽ കടന്നുകൊണ്ട് അന്താരാഷ്ട്ര നിയമലംഘനം ഇസ്രായേൽ നടത്തിയെന്നുള്ള കാര്യം ഖത്തർ അറിയിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഖത്തറിന്റെ പ്രതികരണം അനുസരിച്ചായിരിക്കും GCC രാഷ്ട്രങ്ങളും ഈ വിഷയത്തിൽ ഒരു നിലപാട് അറിയിക്കുക. ഇതോടൊപ്പം ചേർത്ത്